സിറ്റുവേഷൻ ഇൻ ബെർലിൻ ഇൻടേക്കിലേക്ക് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ഏജൻസീസ് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞുതരാം. അക്കോമഡേഷൻ ക്യാമ്പ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫോളോവറെ പുറത്തുനിന്ന് കാണാനിടയായി. പുള്ളിക്കാരൻ പറയുകയാണ് ഞാൻ ഇവിടെ നിർത്തി പോവാന്ന്. പുള്ളിക്കാരൻ മടുത്തു, ഒരുപാട് പേര് പറ്റിച്ചു എന്ന്. അതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ ഡീരജിസ്റ്റർ ചെയ്ത് ഇവിടുന്ന് പോവാണ്, നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതോ വേസ്റ്റ് പാർട്ടീസ് അതോ എല്ലാം മലയാളീസാണ്. സിറ്റികളെ അപേക്ഷിച്ച് ബെർലിനിൽ കൂടുതൽ അക്കോമഡേഷൻ സ്കാമുകൾ നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റെന്റ് ഡെപ്പോസിറ്റ് പുറമെ കമ്മീഷൻ കൊടുക്കുന്ന ഒരു അവസ്ഥ ബെർലിനിൽ ഇപ്പോൾ ഉണ്ട്. 2 പേര് റൂം 4 പേർക്ക് കൊടുക്കുക, എന്നിട്ട് ആനുവൽ കൊടുക്കാതിരിക്കുക. ആനുവൽ കിട്ടിയാലാണ് അത് സിറ്റുവേഷൻ, ബാങ്ക് അക്കൗണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ബ്ലോക്ക്ഡ് വരെ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാഷ് ഇൻ ഹാൻഡ് തന്നെയായിരിക്കും ഇവർ റെന്റ് മേടിക്കുക എല്ലാവരും. അഫ്കോഴ്സ് അത് ഇവിടെ ഇന്ത്യയിലാണ്. പക്ഷേ ഡെപ്പോസിറ്റ് എമൗണ്ട് എപ്പോഴും നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ നിൽക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് അത് 6 മാസം വരെ ഹോൾഡ് ചെയ്യാം. ജർമ്മൻ ലോ ആണ്, നമുക്ക് 6 മാസം വരെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇവർ നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റൂമിൻ്റെ ഒതൻറ്റിസിറ്റി, റൂം തരുന്ന ഏജൻറ്റ്, ഇതെല്ലാം ജെന്യുവിൻ ആണോ എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് വഴി അറിയാൻ ശ്രമിക്കും. ചിലപ്പോൾ നമുക്ക് പറഞ്ഞ റൂമായിരിക്കില്ല നമുക്ക് തരാം. അതുകൊണ്ട് എപ്പോഴും നേരിട്ട് പോയിട്ട് കാണുന്നത് എപ്പോഴും ബെറ്ററാണ് റൂമിൽ. നമ്മൾ പോയി നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള യൂട്ടിലിറ്റീസ് അവിടെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ ബെഡ്, നമ്മുടെ വാഷിംഗ് മെഷീൻ, പിന്നെ വാർഡ്രോബ്. ഇപ്പോൾ ഇനി ഒരാൾ പറ്റിക്കപ്പെടാതിരിക്കട്ടെ. ചോയ്സ്